ഹായ് വെൽക്കം ടു CBSE സയൻസ് ട്യൂഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫൈബർ ടു ഫാബ്രിക് എന്ന ചാപ്റ്ററിലെ 7th സ്റ്റാൻഡേർഡിലെ സയൻസ് ചാപ്റ്ററിലെ പാർട്ട് 3 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിൽക്ക് എന്ന ആനിമൽ ഫൈബറിൻ്റെ ഉൽപ്പാദനവും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രോസസ്സിങ്ങിനെയും കുറിച്ചാണ്. സിൽക്ക് ഈസ് ആൽസോ ആൻ ആനിമൽ ഫൈബർ. സിൽക്ക് ഒരു ആനിമൽ ഫൈബറാണ്. ഈ സിൽക്ക് നമുക്ക് ലഭിക്കുന്നത് സിൽക്ക് മോത്തിൻ്റെ കാറ്റർപില്ലർ അല്ലെങ്കിൽ സിൽക്ക് വേം എന്നറിയപ്പെടുന്ന അതിൻ്റെ ലാർവയുടെ വളർച്ചാ ഘട്ടത്തിൽ അത് നിർമ്മിക്കുന്ന കൊക്കോണിൽ നിന്നാണ്. സിൽക്ക് ഈസ് ആൽസോ ആൻ ആനിമൽ ഫൈബർ. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സിൽക്ക് വേം. സിൽക്ക് വേം അതിൻ്റെ വളർച്ചാഘട്ടത്തിൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ വളർച്ചാഘട്ടത്തിൽ ആവശ്യമായിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി അത് നിർമ്മിക്കുന്ന ഒരു കവചമുണ്ട്. ആ കവചത്തിൽ അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സാണ് സിൽക്ക്. കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ട് സിൽക്ക് നിർമ്മിക്കുമ്പോൾ സിൽക്ക് മോത്തിൻ്റെ ലാർവകളെ വളർത്തിയെടുത്ത് അവ നിർമ്മിക്കുന്ന കൊക്കൂണുകളെ ശേഖരിച്ച് അവയിൽ നിന്നും പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ട് സിൽക്ക് മോത്തിനെ അല്ലെങ്കിൽ സിൽക്ക് വേമിനെ വളർത്തിയെടുക്കുമ്പോൾ അതിനായിട്ട് പ്രത്യേക രീതിയിലുള്ള കാർഷിക രീതിയുണ്ട്. അതിനെ പട്ടുനൂൽ പുഴു കൃഷി അല്ലെങ്കിൽ സെറികൾച്ചർ എന്ന് പറയാം. സെറികൾച്ചർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സെറികൾച്ചറിൽ ധാരാളം കൊക്കൂണുകൾ അടുക്കി വെച്ചതുപോലെ കാണുന്നു. ഈ കൊക്കൂണുകൾ ഓരോ സിൽക്ക് വേമും അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചവയാണ്. ഞാൻ അവയുടെ കൊക്കൂണുകളിൽ നിന്നുള്ള സിൽക്ക് ഫൈബേഴ്സിനെ യൂസ് ചെയ്ത് ധാരാളം പട്ടുവസ്ത്രങ്ങളും മറ്റ് വസ്തുക്കളും നിർമ്മിക്കുന്നു. റിയറിംഗ് ഓഫ് സിൽക്ക് വേംസ് ഫോർ ഒബ്റ്റൈനിങ് സിൽക്ക് ഈസ് കാൾഡ് സെറികൾച്ചർ. സിൽക്ക് ഉൽപ്പാദനത്തിനായി സിൽക്ക് വേമിന് അല്ലെങ്കിൽ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്ന കൃഷി രീതിയെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. ഈ സെറികൾച്ചർ രീതിയിൽ പട്ടുനൂൽ പുഴുവിനെ അല്ലെങ്കിൽ സിൽക്ക് വേമിനെ വളർത്തിയെടുക്കുമ്പോൾ കർഷകർ അവയുടെ മുട്ട ശേഖരിച്ച് അവ വിരിയിച്ച് അവയുടെ ലാർവയെ പ്രത്യേക ഹൈജീനിക് കണ്ടീഷനിലുള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റിയെടുക്കുന്നു. അങ്ങനെയാണ് അവയെ വളർത്തി അവയിൽ നിന്നും പട്ടുനൂലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമുക്ക് സിൽക്ക് മോത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ലൈഫ് ഹിസ്റ്ററി ഓഫ് സിൽക്ക് മോത്ത്. സിൽക്ക് മോത്ത് അതിൻ്റെ വളർച്ചാഘട്ടം സിൽക്ക് മോത്ത് അതിൻ്റെ വളർച്ച പൂർത്തിയാക്കുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ്. ഒരു സിൽക്ക് മോത്ത് ആദ്യം അതിൻ്റെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മുട്ടകൾ വിരിഞ്ഞ് അവയിൽ നിന്നും ധാരാളം ലാർവകൾ ഉണ്ടാകുന്നു. ഈ ലാർവകൾ മൾബറി ലീവ്സ് കഴിച്ച് അവയുടെ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാറ്റർപില്ലർ അല്ലെങ്കിൽ സിൽക്ക് വേം എന്നൊരു വളർച്ചാഘട്ടത്തിൽ എത്തിച്ചേരുന്നു. ഈ വളർച്ചാഘട്ടത്തിലാണ് കാറ്റർപില്ലർ കൊക്കൂൺ എന്ന അതിന് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി കവചം നിർമ്മിക്കുന്നത്. ഇപ്പോൾ ലാർവകൾ വളർച്ച ഘട്ടങ്ങളിൽ നമുക്ക് കാണാം. കാറ്റർപില്ലർ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് ഒരു അഡൽട്ട് ഫോമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാറ്റർപില്ലർ കൊക്കൂൺ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊക്കൂൺ നിർമ്മാണത്തിനായി ഇവ ചില സെക്രീഷൻസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സെക്രീഷൻസ് ലിക്വിഡ് ഫോമിലാണെങ്കിലും അവ
എയറിലോട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ എയറിൻ്റെ പ്രസൻസിൽ അത് സോളിഡിഫൈ ചെയ്ത്, അതായത് ഹാർഡൻ ചെയ്ത് നല്ല ഉറപ്പുള്ള നാരുകളായിട്ട് മാറുന്നു. അതായത് സിൽക്ക് ഫൈബേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം കാറ്റർപില്ലർ അതിൻ്റെ ഹെഡ് രണ്ട് സൈഡിലോട്ട് സ്പിൻ ചെയ്താണ് നെറ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നെറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കവചം പൂർത്തിയാക്കി കഴിയുന്നുണ്ട്. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഒരു കവചം ഈ കാറ്റർപില്ലർ സ്വയം നിർമ്മിക്കുന്നു. The caterpillar views a net to hold itself. It is for his safety. അതിൻ്റെ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ഈ നെറ്റ് നിർമ്മിക്കുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഈ നെറ്റിനുള്ളിൽ അത് നിർമ്മിച്ച നെറ്റിനുള്ളിൽ അത് അതിൻ്റെ ജീവിതഘട്ടം തുടരുകയാണ്. ഈ സ്റ്റേജിനെ നമുക്ക് പ്യൂപ്പ എന്ന് വിളിക്കാം. എന്നാൽ ഇത് നിർമ്മിച്ച ഈ കവചത്തിന്, സേഫ്റ്റി കവചത്തിനെ നമുക്ക് കൊക്കൂൺ എന്ന് വിളിക്കാം. ഈ കൊക്കൂണിൽ ധാരാളം സിൽക്ക് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. കാറ്റർപില്ലർ അതിൻ്റെ സെക്രീഷൻ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ധാരാളം സിൽക്ക് നാരുകൾ ഈ കൊക്കൂണിൽ അടങ്ങിയിട്ടുള്ള. ഈ കൊക്കൂണിലെ നാരുകളെ നമുക്ക് പിന്നീട് അൺവൈൻഡ് ചെയ്ത് ഇതിൽ നിന്നും പുറത്തെടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കളറുകളെല്ലാം നൽകി യൂസ് ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സിൽക്ക് ഫൈബേഴ്സ് നമുക്ക് കൊക്കൂണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൊക്കൂണിൽ നിന്നും ഇങ്ങനെ ഫൈബേഴ്സിനെ അൺവൈൻഡ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെ നമുക്ക് റീലിംഗ് ഓഫ് സിൽക്ക് എന്ന് വിളിക്കാം. ദ പ്രോസസ് ഓഫ് obtaining silk, drawing silk from a cocoon is called reeling of silk. ഇതിനു മുമ്പ് നമുക്ക് ഇതിൽ നിന്നും സിൽക്ക് മോത്തിനെ റിമൂവ് ചെയ്യുന്നതിനായി ഇതിനെ വാമപ്പ് ചെയ്യുന്നുണ്ട്. കൊക്കോണുകളെല്ലാം നന്നായി ചൂടാക്കുന്നു. ഈ സമയത്ത് അതിൽ നിന്നും സിൽക്ക് മോത്ത് പുറത്തോട്ട് പോവുകയും പിന്നീട് കൊക്കോണിൽ നിന്നും നല്ല ഭംഗിയുള്ള സിൽക്ക് ഫൈബേഴ്സിനെ നമുക്ക് അൺവൈൻഡ് ചെയ്ത് വേർതിരിച്ചെടുക്കാം. വ്യത്യസ്തമായിട്ടുള്ള ഗോൾഡൻ കളറിലും സിൽവർ കളറിലുമുള്ള സിൽക്ക് ഫൈബേഴ്സ് നമുക്ക് ഈ കൊക്കോണിൽ നിന്നും അൺവൈൻഡ് ചെയ്ത് വേർതിരിച്ചെടുക്കാം. പിന്നീട് അവയെ ഒരു റീലിലോട്ട് ചുറ്റിയെടുക്കുന്നു. ഇങ്ങനെ സിൽക്ക് ഫൈബേഴ്സായിട്ട് ചുറ്റിയെടുക്കുന്ന ഈ പ്രോസസ്സിനെയാണ് റീലിംഗ് ഓഫ് സിൽക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചുറ്റിയെടുത്ത ഫൈബേഴ്സ് ആവശ്യമായ കളറുകളെല്ലാം നൽകി നല്ല പട്ടുനൂൽ ആയിട്ട് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾക്ക് വേണ്ടിയും മറ്റു ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത്രയുമാണ് സിൽക്കിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് ഉള്ളത്.